പെരുന്നാളിൻ്റെ അവധി പ്രമാണിച്ച് ഞങ്ങളെല്ലാവരും കൂടെ ഉമ്മയുടെ വീട്ടിൽ ഒരുമിച്ച് കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുട്ടിക്കാലത്തെ ഓർമ്മകൾ പുതുക്കാൻ വേണ്ടിയിട്ട് ഇന്ന് ഞങ്ങൾ പാടത്തും പറമ്പിലും തോട്ടിലും മാവിൻ്റെ ചോട്ടിലൊക്കെ ആയിട്ടൊന്ന് പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കൊച്ചു വീഡിയോ ആയിട്ടാണ് കേട്ടോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. അങ്ങനെ നമ്മൾ മാവിൻ്റെ ചോട്ടിലേക്കാണ് ആദ്യം പോയിട്ടുള്ളത്. എനിക്ക് മുന്നേ തന്നെ മക്കളെല്ലാവരും ഓടി അവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇടമഴ പെയ്യുന്നത് കൊണ്ട് തന്നെ പുല്ലും ഇതൊക്കെ മുളച്ചിട്ടുണ്ട് കേട്ടോ. നല്ലൊരു വെള്ളത്തിൻ്റെ പൂലൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇവിടെയൊക്കെ കാണാനായിട്ട്. അപ്പോൾ നമുക്ക് ഇത്രയും മാങ്ങ കിട്ടിയിട്ടുണ്ട്. നാടൻ മാങ്ങയാണ് കേട്ടോ. മാവിൻ്റെ ചോട്ടിൽ നിറയെ പുല്ലും കാടൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ മക്കൾ കാണാത്ത മാങ്ങ അവരുടെ പൊറുക്കലിന് ശേഷം ഞാൻ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് എനിക്ക് ഇവിടുന്ന് കിട്ടി. അതുപോലെ തന്നെ അവർ പോയതിന് ശേഷം ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ഇവിടുന്ന് ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഈ പച്ച മാങ്ങ തന്നെ വീണ് കിടക്കുന്നതായിരുന്നു. അപ്പോൾ അതിൻ്റെ നെട്ടിയൊന്ന് പൊട്ടിച്ച് നോക്കിയപ്പോൾ നല്ല കറ ഒഴുകി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ ഇനി പ്ലാനിങ് ഒന്നും ഇല്ലായിരുന്നു, ഇനി തോട്ടിലേക്ക് പോകാമെന്നുള്ള ചർച്ചയിലാണ് കേട്ടോ മക്കൾ. അങ്ങനെ അതാ ഞങ്ങൾ മാങ്ങ കൊണ്ട് ഞങ്ങൾ പോവാണ് കേട്ടോ. അപ്പോൾ ഇന്ന് കുട്ടികളുടെ എണ്ണം കൂടിയിട്ടുണ്ട് കേട്ടോ. ആൺപിള്ളേരൊന്നും ഞങ്ങളെ കൂട്ടത്തിലില്ലായിരുന്നു, അപ്പോൾ അവരും വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മളൊരു സെറ്റായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ആളെ എണ്ണ ഒന്നും എടുത്തിട്ടില്ല, തോട്ടിലേക്ക് പോയതുകൊണ്ട് തന്നെ എണ്ണ ഇല്ലാഞ്ഞാൽ പറ്റില്ലല്ലോ. അങ്ങനെ അവർ മുന്നിൽ പോയിട്ടുണ്ട്, ഞങ്ങൾ ബാക്കിലായിട്ട് ഞങ്ങൾ പോയി. അങ്ങനെ ഇപ്പോൾ വിഷുവിൻ്റെ കാലമായതുകൊണ്ട് തന്നെ കണിക്കൊന്ന് നന്നായിട്ട് പൂത്ത് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇവിടെയൊക്കെ നമ്മൾ പോകുന്ന വൈമലൊക്കെ നിറയെ വിരിഞ്ഞ് വീണ് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഇതിലിപ്പം പണ്ടത്തെ പോലെ ആളുകളൊന്നും നടക്കാറില്ല. ഞങ്ങൾ കുട്ടിക്കാലത്ത് നമ്മൾ സ്ഥിരം കുളിക്കാൻ നീന്താനൊക്കെ പോകലുണ്ടായിരുന്നു. ഇപ്പം അങ്ങനെ ആൾക്കാർ പെരുമാറ്റമില്ലാത്തതുകൊണ്ട് തന്നെ വഴി വല്ലാതെ ക്ലിയർ അല്ല കേട്ടോ. അങ്ങനെ നമ്മളെ തോട് ഇവിടുന്ന് കാണുന്നുണ്ട്. അങ്ങനെ ഓരോ പാലും ഇതൊക്കെ താണ്ടി ഞങ്ങൾ തോട്ടിലേക്കുള്ള വഴിയാണിട്ടത്. അവിടെയാണ് കേട്ടോ നമുക്കൊരു പാലുണ്ട്, അവിടെയാണ് കടവുള്ളത്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് മുന്നേ തന്നെ മക്കൾ പോയിട്ട് തന്നെ അവർ തോട് കണ്ട സന്തോഷത്തിൽ നമ്മുടെ അടുത്ത് വന്ന് കാര്യങ്ങളൊക്കെ പറയാൻ കേട്ടോ. ഇവിടെ കേട്ടോ കടവുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ പോയി ആരും പെരുമാറാത്തത് കൊണ്ട് തന്നെ ഇവിടെയും കാടും പൊന്തൊക്കെ പിടിച്ച് കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ഇറങ്ങണില്ല. ഈ പാലത്തിൻ്റെ അക്കരെ ഒരു കടവുണ്ട്, അവിടെ ഒന്ന് പോയി നോക്കാന്നുള്ള ഇതിൽ ഞങ്ങൾ പോവാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പാലക്കരെ കടന്നിട്ടുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ട് പോകാനുള്ള വഴിയിലൂടെ ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നല്ല കൃഷിയൊക്കെ ചെയ്യുന്ന വാഴത്തോട്ടവും പൂളത്തോട്ടമൊക്കെ ഉണ്ട്. അതൊക്കെ താണ്ടി ഞങ്ങൾ അവിടേക്ക് പോവാണ് കേട്ടോ. അവിടുത്തെ അവസ്ഥ എന്താണെന്ന് നോക്കിയിട്ട് അതുപോലെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പുഴയിൽ ഇറങ്ങാനൊന്നും ഞങ്ങൾക്ക് പ്ലാനിങ് ഇല്ലായിരുന്നു. ഞങ്ങൾ മുണ്ടോ ഒന്നും കയ്യിൽ പിടിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ ഇവിടെ ചെന്നപ്പം ഇവിടെ അത്യാവശ്യം വൃത്തി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ തോട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ആദ്യമൊക്കെ കുട്ടികൾ കാലും കൈയൊക്കെ ഇട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവർക്ക് സഹിക്കണില്ലായിരുന്നു കേട്ടോ അതിലൊന്ന് ഇറങ്ങണം നീന്തണം ചാടണം എന്നുള്ള ഒരു വെപ്രാളത്തിലായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ മൂത്തവരായിട്ടുള്ളവരൊന്നും സമ്മതിച്ചിട്ടില്ലായിരുന്നു ഇറങ്ങേണ്ടെന്നൊക്കെ പറഞ്ഞു. എന്നാലും അവരോട് കഴിയണ കോലത്തിലൊക്കെ കുപ്പിയും കല്ലൊക്കെ ഇട്ട് നോക്കി. പിന്നെ അവർ കുപ്പായൊക്കെ കഴിച്ചിട്ട് അവർ ചാടൽ തുടങ്ങി കേട്ടോ. അപ്പം നമ്മൾ ആദ്യം തന്നെ ഒരു വടിയൊക്കെ ഇട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു, ആയുണ്ടോ എന്താ അതിൻ്റെ അവസ്ഥ എന്നൊക്കെ കുത്തി നോക്കിയിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർക്ക് ഇറങ്ങാൻ പാകത്തിനാണെന്ന് കണ്ടപ്പോൾ അവർ അവിടെ ഇറങ്ങിയിട്ടുണ്ട്. എന്നാലും നമ്മൾ അവരിങ്ങനെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കുറേ നേരം അതിൽ ചാടിക്കളിച്ച് പിന്നെ ഞങ്ങൾ അവരെ പേടിപ്പിച്ച് നിർണായ വരും അങ്ങനെ അങ്ങനെയൊക്കെ പറഞ്ഞ് ഞങ്ങൾ എല്ലാവരെയും കൂട്ടി ഞങ്ങൾ വീട്ടിലേക്ക് തന്നെ പോവാണ് കേട്ടോ.
പോകുന്ന വഴിയിലൊക്കെ ഈ ഒരു ചെടിമേൽ ഇങ്ങനെ ഈ ഫ്ലവർ വിരിഞ്ഞിരിക്കുന്നുണ്ട്. അപ്പം നെയ്ബർ മോൾ അത് കുറച്ച് കളക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, കുറേ സമയമായിട്ടുണ്ട് കേട്ടോ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട്. മക്കൾക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇനി വീട്ടിലെത്തിയിട്ട് എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് കാണാം. അങ്ങനെ ഇതാ പാടും തോടൊക്കെ താണ്ടി നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇതാ അടിപൊളി ചക്കക്കൂട്ടാനും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. മക്കളെല്ലാവരോടും ഇരുന്ന് കഴിക്കാനുള്ള തകൃതിയിലാണ് കേട്ടോ. അപ്പം മൂത്തവരൊക്കെ നമ്മൾ പ്ലേറ്റിലും വിളമ്പി, ചെറിയ കുട്ടിയൊക്കെ നമ്മൾ ഒരു വാഴയുടെ ഇല വെട്ടി വെച്ചിട്ട് അതിൽ കുത്തി കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇവിടെയൊക്കെ നല്ല അടിപൊളി ചമ്മന്തി കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഉഷാറായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. വിശപ്പ് ഉണ്ടാകുന്ന സമയത്ത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണല്ലോ. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ വാങ്ങി കഴുകി തിന്നുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മൾ പലതരം കളികൾ കളിക്കുന്നുണ്ട്, കുളങ്കര കളിക്കുന്നുണ്ട്, അതിൻ്റെ ഇടയിൽ കക്ക് കളിക്കുന്നുണ്ട്. അങ്ങനെ ഉമ്മയുടെ വീട്ടിൽ ഈ വർഷം നമ്മൾ അടിച്ച് പൊളിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു കൊച്ചുകൂടി ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ടാക്കണേ. ബായ്.